മഹത്വം കണ്ട ശേഷം വിശ്വസിക്കുകയല്ല, ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് മഹത്വം വെളിപ്പെടുകയാണ്. ദൈവമക്കൾ ഇന്ന് രാത്രി നമ്മുടെ ചിന്തകളൊന്നും മാറട്ടെ. ഉടമൽ അത്ഭുതം നടക്കുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതല്ല, ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് റോമലേഖനം എഴുതിയപ്പോഴേ മക്കളെങ്കിലോ പഴയ പാട്ട് പാടാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാ. നിങ്ങൾ ഇന്ന് രാത്രി ഉണ്ടല്ലോ, നിങ്ങൾക്ക് വലിയ ആളുകളോട് നിങ്ങൾ ഇന്ന് രാത്രിയോട് പറയാൻ പറയണം, അമ്മാമേ അത്ഭുതം കണ്ടാച്ച വെച്ച് വിശ്വസിക്കുകയല്ല, കണ്ണുമടച്ച് വിശ്വസിക്കാൻ തയ്യാറായാൽ നീ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ നീ കണ്ടു തുടങ്ങും. നമ്മുടെ രീതികൾക്ക് മാറ്റം ഉണ്ടാകണം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഞങ്ങൾ ഈ അടുത്ത കാലത്ത് നോർത്ത് ഇന്ത്യ സന്ദർശനം പോയ സമയത്ത് ഞങ്ങളുടെ ഉത്തരാഖണ്ഡിൽ ഒരു മീറ്റിംഗിന് വേണ്ടി പോയി. അവിടെ 2 ദിവസം പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിൽ ഞായറാഴ്ച ആരാധന സമയത്ത് യോഗ കഴിഞ്ഞ് ഭയങ്കര തിരക്ക്. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രാത്രി ജബൽപൂരിൽ ഒരു ക്രൂസൈഡിന് പ്രസംഗിക്കാൻ പോകണം. അപ്പോൾ അവിടെ വളരെ തിരക്കോടുകൂടി ഞങ്ങളായിരിക്കുന്ന സമയം ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞ് ഒരു വീടകത്ത് 5-6 മുറിയുണ്ട്, വലിയ വീടാണ്, നിറച്ചു ആളാണ്. ഒരു ഡാർജിലിംഗുകാരൻ, ഒരു ഭയങ്കര ഒരു ചെറുപ്പക്കാരൻ, പുള്ളി ഭയങ്കര അഭ്യാസിക്കാരൻ, ഈശ്വരിക്കകത്ത് പുള്ളി അവിടുത്തെ പാസ്റ്റ്. ഒത്തിരി പേരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ മിക്കവാറും പേർക്കൊണ്ടൊക്കെ പ്രാർത്ഥിച്ചു, സമയമില്ലാത്തതുകൊണ്ട് ചിലരെ ഒഴിവാക്കി. ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നു, അവരുടെ കാരണത്തിന് മുട്ടിയിരിക്കുക. പറഞ്ഞ പാസ്റ്ററെ ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ മോനോടി പ്രാർത്ഥിക്കണം, ഭർത്താവ് മരിച്ചു, ഒരൊറ്റ കുഞ്ഞേ ഉള്ളൂ, അത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ എന്തായാലും ഇവരുടെ ഈ വേദനിമിഷം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പ്രാർത്ഥിച്ചിട്ട് പോകാം. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മ ഒരു കാര്യം പറഞ്ഞു, ദൈവദാസി കർത്താവിന്റെ ആത്മ ഒരു കാര്യം പറഞ്ഞു, മലയാളിയല്ല ഹിന്ദിക്കാരിയാ. അത് ഞാൻ അവരോട് അങ്ങനെ തന്നെ പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം എനിക്ക് ഒന്ന് പറയാൻ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവദാസി പരിശുദ്ധാത്മ ഒരു കാര്യം പറയുന്നു. ഇന്ന് ഞായറാഴ്ച, നാളെ തിങ്കൾ, നാളെ കഴിഞ്ഞ് ചൊവ്വ, അടുത്ത ദിവസം ബുധനാഴ്ച. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം കഴിയുമെങ്കിൽ യേശപ്പന്റെ പാദപീഠത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഈ 3 ദിവസം നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നീ മിണ്ടാതിരുന്ന് സ്തോത്രം ചെയ്തോണോ. 3ാമത്തെ ദിവസം രാത്രിയാകുന്നതിന് മുമ്പ് നീ പാർക്കുന്ന വീടിന്റെ അകത്ത് ഒരു അത്ഭുതം നടക്കും. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അവർക്ക് അത്രയും കേട്ടാൽ മതി, അത്രയും പറഞ്ഞല്ലോ. കാരണം പലരെയും ഞാൻ വെറുതെ ഒഴിവാക്കി വിട്ടപ്പോൾ ഇവരോട് ഇത്രയും പറഞ്ഞല്ലോ പുറത്ത് ഇവർ സന്തോഷത്തോടെ പോയി. ഞങ്ങൾ അന്ന് രാത്രി ട്രെയിനിൽ ജബൽപൂരിലേക്ക് ഞങ്ങൾ 3-4 ദിവസം വരെ യാത്രയായി. അങ്ങനെ ജബൽപൂരിൽ വന്നു. കർത്താവ് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളോട് വന്ന ശേഷം ഞായറാഴ്ച രാത്രി ക്രൂസൈഡ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ബാത്റൂമിൽ കുളിയെല്ലാം കഴിഞ്ഞേച്ച് ഞങ്ങളുടെ റൂമിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ കൂടെ കുറേ പാസ്റ്റർമാരുണ്ട്. ഒരു മലയാളി പാസ്റ്റർ, 2 മലയാളി പാസ്റ്റർമാരുണ്ട്. എൻ്റെ സ്നേഹിതന്മാരാണ്. എൻ്റെ മലയാളം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാമെന്ന് പാസ്റ്റർമാരാണ്. അപ്പോൾ ഞങ്ങളെ വിളിച്ച അവിടുത്തെ ഞങ്ങളുടെ അർണേസ് പയ്യ ഉണ്ട്. അദ്ദേഹം ആരുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ഹിന്ദി ശരിക്കും അറിയാം, എനിക്കും അറിയാം. സ്പീഡിൽ പറയുന്നതുകൊണ്ട് അത്ര പിടി കിട്ടുന്നില്ല. ഇവർ 3 പേരും കൂടി ഇത് കേട്ടേച്ച് വെച്ച് സ്വോത്രം പറയാം. ഞാനിങ്ങനെ ഓർത്ത് കൊടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുക, എന്താണെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ദിവദാസന്റെ കാര്യം പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ഡാർജിലിംഗിലെ പാസ്റ്ററാണ് ഇപ്പോൾ വിളിച്ചത്, നിങ്ങളുടെ വിശ്വാസ പ്രവർത്തനയ്ക്ക് ഒന്ന് തൊട്ടോട്ടെ കാര്യം. ഈ അമ്മാമ്മ ഇത് പറഞ്ഞത് കേട്ടിട്ട് അവർ വീട്ടിൽ പോയി. അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന ശേഷം ഒറ്റ മോനേ ഉള്ളൂ, ഭർത്താവ് മരിച്ചുപോയി. അമ്മയും മോനും എന്തോ പറഞ്ഞ് ഉടക്കായി. ചുരുക്കം പറഞ്ഞാൽ അമ്മയോട് ശരിക്കും ഈ മകൻ വഴക്കുണ്ടാക്കിച്ച് അവൻ അന്ന് രാത്രി വീട് വിട്ടിറങ്ങിപ്പോയി. താങ്ങാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ ദൈവാത്മ ഒരു കാര്യം പറഞ്ഞു, ഇന്ന് മുതൽ ബുധനാഴ്ച വരെ എന്ത് സംഭവിച്ചാലും വേണ്ടായിരുന്നു. ഹല്ലേലൂയ. അവരൊന്നും വേണ്ടിയില്ല. മകൻ ബാഗ് എടുത്ത് തുണി എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. അവൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാ. തിങ്കളാഴ്ച അവർ പ്രാർത്ഥനയ്ക്കിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. വലിയൊരു വീടാണ്, ഒരനക്കവും ഇല്ല, ഒരു അത്ഭുതവും ഇല്ല. തിങ്കളാഴ്ച അങ്ങനെ പര്യവസാനിച്ചു. ചൊവ്വാഴ്ച അവർ പ്രാർത്ഥനയ്ക്കിരുന്നു. അന്നും അങ്ങനെ തന്നെ, ഒരു വിടുതലും ഇല്ല, ഒരു അത്ഭുതവും ഇല്ല. നിങ്ങളുടെ വിശ്വാസ പ്രാർത്ഥനയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ബുധനാഴ്ച രാവിലെ അവർ പ്രാർത്ഥന ആരംഭിച്ചു. ഇച്ചിരി താമസിച്ചാൽ തുടങ്ങി. ആ പ്രാർത്ഥന ഏതാണ്ട് 2:50 വരെയായി. ഒരു 2:50 ആയപ്പോൾ ഈ ദൈവദാസ് ഇരിക്കുന്ന തിന്മയുടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന
ചെറുതായിട്ട് ഒരു സൗണ്ട് കേൾക്കുക, ഭയങ്കരമായിട്ട് അത് പൊട്ടി വീഴുന്നൊരു സൗണ്ട് കേൾക്കുക. ഇവർ ശബ്ദം എന്താന്ന് കേട്ടോണ്ട് ഇരിക്കുന്ന പായിൽ ഇരുന്നുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയൊരു വാർക്ക വീട, പഴയ വീട. അതിന്റെ ഇതുപോലെ ഭീമുണ്ടല്ലോ, അതിന്റെ നടുഭാഗം കണ്ട് നടുവെ തന്നെ പൊട്ടുക. നിങ്ങളുടെ കൂടെ വന്ന അമ്മയും പറഞ്ഞോടാ ഹല്ലേലൂയ. നിങ്ങൾ വെറുതെ ചുമ്മാ ഇടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു വെച്ച് പോവുകയല്ല. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ ദൈവദാസൻ എനിക്ക് അവസരം തന്നെങ്കിലും ഈ പുൽപ്പിറ്റ് കർത്താവിന്റെ തകയാൽ ഇല്ലാത്തതൊന്നും പറയുവാൻ ഞാൻ തയ്യാറല്ല. ഉള്ളത് ഞാൻ പറയുന്നു. അത് കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന്. രക്തം ചെയ്യുമെടുക്കട്ടെ. ആ വീടിന്റെ ബീം നടുഭാഗം വെച്ച് രണ്ടായിട്ട് പിളർന്നിട്ട് അതിന്റെ ചുവരുകൾ അടർന്ന് താഴെ വീഴുമ്പോൾ ഈ സഹോദരി പായപ്പെട്ട് ചാടി എഴുന്നേറ്റപ്പോൾ അതിനകത്തുനിന്ന് ചെറിയ ചെറിയ പാത്രങ്ങളും മണിയും പൈസലോ തകിടുകളെല്ലാം പടപടപടപടപടോട്ട് വീഴുക. അവര് ഭയപ്പെട്ട് എന്താണെന്നറിയാതെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശാന്തമായി സ്തോത്രം ചെയ്യുമ്പോൾ ആ പ്രിയ അമ്മ പറഞ്ഞത് അതുപോലെ ഞാൻ പറയാം. ഈ വീടിന്റെ ചുവര്, അടുത്ത ചുവര് മാന്ത്രികന്റെ വീടാണ്. ഇതിന്റെ ഭിത്തിയുടെ ഒരു ഭാഗം മുഴുവനും തന്നെ ഇടിഞ്ഞ് ആ മാന്ത്രികന്റെ വീടിന് അകത്തോട്ട് പോയി. ഇവരുടെ വീടിനകത്ത് നാളുകളായി ചെയ്തു വെച്ചിരുന്ന ബന്ധനങ്ങളും അതിന്റെ പോരുകളും ദൈവാത്മാവ് അടിച്ചു. കർത്താവ് പറഞ്ഞു, തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം മൗനമായിരിക്കണം. 3-ാമത്തെ ദിവസം അതിനകത്ത് എന്ത് സംഭവിച്ചാലും മിണ്ടരുത്. 3-ാം ദിവസം വീട്ടിനകത്ത് ഞാൻ അത്ഭുതങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ രക്തം ചെയ്യുമെടുക്കട്ടെ. അവരുടെ ബന്ധനങ്ങൾ അടിഞ്ഞു മാറി. കുറെ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അങ്ങ് നിന്നു. പൊടിയും പ്രൈസലോ തകടുകളെല്ലാം താഴെ വീണത് അവരെ ചൂലെടുത്തുകൊണ്ട് തൂത്തുവാരി അവർ കളയാൻ വേണ്ടി തുടങ്ങുമ്പോൾ വെളിയിൽ ആരോ വന്ന് ബെല്ലടിച്ചു. ആരാന്നറിയാൻ വേണ്ടി അമ്മ പേടിച്ചു വന്ന് വാതിൽ തുറന്നപ്പോൾ ഞായറാഴ്ച വേണ്ടി വെള്ളം ഉണ്ടാക്കിയിട്ട് പോയ മകൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നിരിക്കുക. അന്ന് രാത്രിയിലെ കൺവെൻഷൻ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ജബൽപൂരിനെ കർത്താവ് വിളക്കി മറിച്ചു. മുഖത്തോണ്ടാട്ടോ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് പറയാ, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ രോഗശാന്തി അപ്പവും ഇതൊക്കെ സഹായം ചോദിച്ചു വരുന്നവർക്കുള്ളതല്ല, മക്കൾക്കുള്ളതാ. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് വ്യക്തമായി തൊട്ട് പറയുന്നു, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ ദൈവം അധികാരം നൽകിയെങ്കിൽ ആ അധികാരത്താൽ അവന്റെ തലമുറയിൽ ഒന്നായി മാറാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ രോഗശാന്തി എന്നപ്പോ ഇന്ന് രാത്രി ദൈവം നിനക്ക് തരും. ഇന്ന് രാത്രി പ്രാപിച്ചോ. വിഷയത്തിന്റെ കുറെ ഭാഗം വിട്ട് കുറച്ച് അവസാനത്തെ കാര്യത്തിലേക്ക് വരാം. ഇവരോട് കർത്താവ് പറയാ, മക്കളുടെ അപ്പം എടുത്ത നായ്ക്കുട്ടികൾക്ക് ഉറക്കെ പറഞ്ഞാട്ടോ, നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ല. ഇത് പറയുമ്പോഴത്തേക്കും യേശുപ്പ എനിക്കൊരു സങ്കടം തോന്നിയാണെന്നറിയോ? ഈ അപ്പം എന്ന രോഗശാന്തി അല്ലെങ്കിൽ രോഗശാന്തി എന്ന അപ്പം ചോദിച്ച് യേശുവിന്റെ പുറകെ വന്ന സ്ത്രീയോടാണ് യേശു പറഞ്ഞത്, അപ്പം എന്തുവാണ്? രോഗശാന്തി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അത് അപ്പമാണ്. അത് ആർക്കുള്ളതല്ല, പറയില്ല, അത് ആർക്കുള്ളതല്ല, ആർക്കുള്ളതല്ല, ആയിക്കോട്ടിക്കുള്ളതല്ല. അങ്ങനെയാണ് അതൊന്ന് വ്യക്തമല്ലേ? ഈ പുറകെ ഇത്ര ദിവസമായി കരയോടെ കിടക്കുന്ന ഈ അമ്മാമ്മയെ കർത്താവ് പരസ്യമായിട്ട് വിളിച്ചത് പട്ടിക്കുട്ടിന്നാ. യേശുപ്പ, ഞാൻ ഇത്രോ മണിക്കൂറായി അപ്പച്ചന്റെ പുറകെ നിലവിളിച്ച് കരഞ്ഞ് യേശുപ്പ യേശുപ്പ അഭിതൂതന കരതോന്നണമേ കരതോന്നണമേ നിലവിളിച്ചോണ്ട് വളർന്ന് ഏറ്റവും അവസാനം അതിന്റെ അവസാന സമയം എത്തിയപ്പോൾ ആശീർവാദത്തിന് മുമ്പ് ഗുരുവും കർത്താവുമായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ നാട്ടുകാരെ സാക്ഷി നടത്തി ഇവിടെ മുഖത്തോക്കി വിളിക്കുക പട്ടിക്കുട്ടിന്ന്. സങ്കടം വരുമല്ലേ നിങ്ങൾ പറഞ്ഞാട്ടെ? ഇവിടെ ബ്രദറേനെ വിളിച്ചിട്ടൊക്കുന്നില്ല. കർത്താവിനെ ഓർത്തുണ്ടാട്ടെ. ഞാൻ ഓർത്ത് എന്റെ ദൈവമേ, നമ്മുടെ യേശുക്രിസ്തുവിനെ ശരണപ്പെടുത്തി യോഗനാനമല്ല നമ്മുടെ ഭാഷ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച നിങ്ങൾ വായത്തിന് വരുന്നത്, പിറ്റേ ഞായറാഴ്ച ആരും കാണത്തില്ല. കാരണം പുള്ളിയുടെ അതിന്റെ ബൈബിളൊക്കെ തുറന്ന് വെച്ച് മുഖമൊക്കെ തുറന്ന് വെച്ചാൽ മുഖവരി എന്ന് പറഞ്ഞ ഏതാ സർപ്പസന്തതികളുടെ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഇവിടെ അരുമയാണ് ദേവനോട് പിള്ളേകളെ ഡിയറസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കരഞ്ഞു വിളിച്ച് കാണിച്ചും രക്ഷപ്പെടുന്നില്ല. ഇതാണ് യോഗന്നാന്റെ വിളി. യേശുനാഥൻ അവളെ പട്ടിക്കുട്ടി എന്ന് പബ്ലിക്കായിട്ട് അഭിസംബോധന ചെയ്തിട്ടും അവൾ തിരിയല്ല, മുന്നോട്ട് നിൽക്കുക. എന്റെ യേശുപ്പൻ ചെയ്യുന്നതെന്നറിയാമോ? ഇതാ കർത്താവ് പറഞ്ഞേ, ക്രിസ്തീയ ജീവിതം കൈപ്പിന്ന മാർഗമാ. എന്നെ അനുഗമിക്കുന്നവർ ഉടനെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. യേശു ക്രിസ്തു നോക്കുക, പട്ടിക്കുട്ടി എന്ന അഭിസംബോധന ഒരു പരിഹാസം പോലത്തെ വാക്ക. ഇത് കേട്ടിട്ട് അവൾ പിന്തിരിയുവാൻ നോക്കിയപ്പോൾ യേശു ക്രിസ്തുവിന് മനസ്സിലായി അവൾ പോകുന്നില്ല. പെട്ടെന്ന് വിടുതൽ വ്യാപരിച്ചു. ദാവീദ് പുത്ര
നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പത്തിന്റെ നുറുക്കുകൾ തിന്നുന്നില്ലയോ? വീട്ടിൽ പട്ടിയെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കൈപൊക്കിയാട്ടെ. ഏറ്റവും ആദ്യം കൈപൊക്കിയത് ഈ അമ്മാമിയ. ഞാൻ അമ്മാമ്മയുടെ നിഷ്പക്ഷമായിട്ട് ചോദിക്കുകയാണ്, സമയം പോയി. നിങ്ങൾ വീട്ടുകാരെല്ലാം കൂടെ ആരൊക്കെ വേണോ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാനോ 6-12 പേരുടെ കാര്യം പറയുമ്പോൾ അവരൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്നോട് വിഷമം തോന്നുന്നത്. അച്ഛൻ അമ്മ മക്കൾ വരുമ്പോൾ വെച്ചുകൊള്ളെ ചേർന്ന് കസേരയിലിട്ട് വെച്ച് ടേബിളിന് പുറത്ത് വെച്ച് ആഹാരം കഴിക്കുമ്പോൾ കർത്താവിന്റെ സ്വത്രം ഉണ്ടാകണം. നിങ്ങൾ കഴിക്കുന്ന മേശപ്പുറത്തുനിന്ന് ഈ സാധാരണഗതിയിൽ അപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ നുറുക്കൾ അങ്ങനെ താഴെ വീഴാറുണ്ടോ? ഓ, എവിടെ വീഴാറില്ല. ഇങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ ഇവിടെ ആശ്രമങ്ങളൊക്കെ കുഴപ്പമില്ല. ഇതിനേക്കാൾ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവരെ കഴിക്കാൻ വിചാരിക്കുന്ന പ്ലേറ്റിന്റെ മുമ്പിൽ അവരെ ഇരുത്തിയാൽ അവരുടെ കയ്യിൽ നിന്ന് വീണാലായി. അല്ലാതെ ഉടയവന്റെ മേശയിൽ നിന്നും ഉടയവന്റെ പാത്രത്തിൽ നിന്നും നുറുക്ക് സാധാരണ താഴെ വീഴുവോ? നിങ്ങൾ പറ. ഇല്ല അമ്മാമ, ഇല്ല ചായ. നിങ്ങൾ ഇനി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാണ്. ഒരലയിൽ പറഞ്ഞാട്ടെ, ഒരലയിൽ പറഞ്ഞാട്ടെ, അത്ര ഒന്നും പോരാ. ഇത് വീണത്തിരിക്കട്ടെ, അമ്മാമ പറഞ്ഞോട്ടെ, ക്ഷമിക്കുന്നുണ്ട്, വീണത്തിരിക്കട്ടെ, കർത്താവിനെ ബന്ധം ഉണ്ടാകട്ടെ. പൈസലോ. അപ്പൊ നമ്മൾ തിന്നോണ്ടിരിക്കുന്ന ആ അപ്പത്തിന്റെ ഒരു നുറുക്ക്, ഒരപ്പം മൊത്തത്തിലല്ലേ തിന്നോണ്ടിരുന്നപ്പോൾ പൈസലോ കുഞ്ഞൊരു കഷ്ണം, ചെറിയൊരു കഷ്ണം താഴോട്ട് വിടും. ആ മേശക്കടിയിൽ ഒരു നായ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ചോദ്യമാ, പൈസലോ കിടക്കുന്നൊരു പേപ്പറിന്റെ കുഞ്ഞു കഷ്ണം, ഇതുപോലൊരു കഷ്ണം അപ്പത്തിന്റെ ഒരു അവശിഷ്ടം പൈസലോ ഉടയവന്റെ കയ്യിൽ നിന്നും ആ മേശപ്പുറത്തുനിന്ന് താഴേക്ക് വീണു. ഒരു നായെടുത്ത് നക്കി തിന്നാലും അതിന്റെ വിശപ്പ് മാറുമോ? ഹല്ലേലൂയ. ഈ അമ്മാമ്മ ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കഴിഞ്ഞ 2 ഞായറാഴ്ച കർത്താവിനോട് ഞാൻ ചോദിച്ചു, യേശുവിന് ഭയങ്കരമായി പോയല്ലോ എന്ന്. അതാ പട്ടിയുടെ വയറ് വലുതാ, കുടലും വലുതാണ്, വിശപ്പാണെ ഭയങ്കരമാ. യജമാനന്റെ ഉടമസ്ഥന്റെ മേശന്ന് വീണത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, ലെൻസ് വെച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു നുറുക്ക. ആ നുറുക്ക് പട്ടിയുടെ വയറ്റിൽ ചെന്നാൽ അതിന് വിശപ്പെന്നല്ല ഒന്നും മാറുകയല്ല. പക്ഷെ എങ്കിലും അമ്മാമ്മ പറയാ, ആ നുറുക്ക് എനിക്ക് വേണം. ഞാൻ മയക്കുന്ന മാറ്റി വെച്ചിട്ടൊന്ന് കൈ എനിക്ക് അടിക്കണം. അതിനുവേണ്ടി ഞാനത് പറഞ്ഞോട്ടെ. ഞാൻ ചോദിച്ചു അമ്മാമ്മയോട് ചോദിക്കാം, അമ്മാമേ ഈ നുറുക്ക് താഴെ വീണ് ഇതെടുത്തുകൊണ്ട് പോയാൽ ഒരു പട്ടിക്കുട്ടിയായ നിനക്ക് ഈ നുറുക്ക് വായിലിട്ടാൽ അതുകൊണ്ട് എന്ത് നേടാനാ? അത് വായിലിട്ടതുപോലെ നിങ്ങൾ അറിയത്തില്ല. പക്ഷേ നിന്റെ വീട്ടിലെ വിഷയം വലുതാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശപ്പാ. വിഷയം വലുതായതുകൊണ്ട് ആ വിശപ്പിന്റെ ആഴത്തെ ഞാൻ അത്ര വലുതാട്ടി ചിത്രീകരിക്കുക. ഈ നുറുക്കുകൊണ്ട് ഈ വിശപ്പ് മാറത്തില്ല. പക്ഷെ അമ്മാമ്മ ചോദിക്കുന്നത് അപ്പം വേണമെന്നല്ല, നുറുക്ക് മതിയെന്ന. ഞാൻ ചോദിച്ചു എന്താണ് അതിനർത്ഥം? അവള് പറഞ്ഞ മറുപടി, നുറുക്കാണെങ്കിലോ അത് ഉടയവന്റെ വീരസ്പർശമേറ്റതാണ്. ചെറുതാണെങ്കിലും അതുകൊണ്ട് വിശപ്പ് തീരത്തില്ലെങ്കിലും ആ ചെറിയ നുറുക്കിലും ഉടമയുടെ ഫിംഗർ പ്രിന്റ് പതിച്ചിട്ടുണ്ട്. അത് മതിയെന്ന് തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? കുഞ്ഞു നുറുക്ക് കൊണ്ട് വിശപ്പ് മാറുമോ? അതാണ് അവളവിടെ സ്ഥാപിക്കുന്നത്. അവിടെയും യജമാനനായ ഉടമസ്ഥന്റെ വിരല് തൊട്ട കഷണം അത് ചെറുതാണെങ്കിലും അതിലൊന്ന് വലിയ അത്ഭുതം. ലാസ്റ്റ് പോയിട്ട് യോഗ കഴിഞ്ഞു. പല സംഭവങ്ങളും ഞാൻ ഒരുമിച്ച് ചേർത്താൻ പറയുന്നത്. നിങ്ങളൊക്കെ വിശ്വാസത്തിലായതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ആശീർവാദം പറഞ്ഞു. സർവ്വജനും വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി 2 ദിവസം നമുക്ക് യോഗ ഇല്ല, നിങ്ങൾക്കും തൽക്കാലം 2 ദിവസത്തെ റെസ്റ്റ് തരിക. അങ്ങനെ പത്രോസിയാക്കും യോഗക്കാരും ഫിലിപ്പോസും തത്തായി യൂദായെല്ലാം കൂടെ വീട്ടിലേക്ക് പോകാൻ നേരത്ത് യേശു പറഞ്ഞു, പോകാൻ പറ്റേ 12 പേരും നിലനിറയാൻ നിൽക്കാൻ പറഞ്ഞു. 12 പേരും നിലനിറയാൻ നിൽക്കുമ്പോൾ യേശു ക്രിസ്തു അവിടെ ചെയ്തൊരു അത്ഭുതമുണ്ട്. ഓരോ കൊട്ടപ്പം ശിഷ്യന്മാരുടെ തലയോട്ട് വെച്ചോളൂ. എന്റെ കൂടെ ഉണ്ടോ? യേശുക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യൻ യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോൾ അവന്റെ തലയിൽ ഒരു വലിയ കൊട്ടയും അത് നിറച്ചും അപ്പവും കുറെ മണിക്കൂറായി. ഒരു പട്ടണം കഴിഞ്ഞ് അടുത്ത പട്ടണവും വിളിച്ച് കരഞ്ഞ് നടന്ന് അമ്മാമി വീട്ടിലേക്ക് പോയപ്പോൾ കുഞ്ഞൊരു നുറുക്കം ഉണ്ടാവുക.
അതിനകത്തൊരു അത്ഭുതം ഉണ്ട്. എന്നാണെന്നറിയോ? ഒരു കൊട്ട അപ്പം മുഴുവൻ അപ്പത്തോടെ പറഞ്ഞാൽ മുഴുവത്തോടെ ഒരു കുട്ടയ്ക്കകത്ത് വെച്ച് തലേ ചുമന്നുണ്ട് പത്രോസ് വീട്ടിൽ പോയി. ഇവിടെ അമ്മാമ്മ പോകുന്നത് ഒന്നിനും തികയാത്ത പറ ഒരു കുഞ്ഞു നിറക്കുക. അതൊരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് അവിടെ പേഴ്സണകത്ത് വെച്ചോണ്ട് അവിടെ വീട്ടിൽ പോണേ. മറ്റേ ഞങ്ങളെ ഉപദേശിച്ച് പോണ അങ്ങനല്ല, ഒരു കൊട്ടപ്പം നിറച്ചോണ്ട് പോണേ. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ, പുസ്തകത്തിലില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഈ അച്ചായൻ എന്ന പത്രോസ് ഒരു കൊട്ട അപ്പം നിറച്ച് തലയെ വെച്ചോണ്ട് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കയറി 5 മിനിറ്റ് കഴിഞ്ഞപ്പോ കർത്താവിന് ഡയൽ ചെയ്യാം 888. ഹലോ കർത്താവാണോ? അതെ. പെട്ടെന്ന് വീട് വരെ പറഞ്ഞു, അമ്മായിമ്മയ്ക്ക് സുഖമില്ല. ഇച്ചിരി പാടായിരിക്കും. അമ്മയും പറഞ്ഞാൽ ഒരു കൊട്ട അപ്പം മുഴുവനും കൊട്ടയ്ക്കകത്ത് വെച്ച് അത് തലയിൽ ചുവടായി വീട്ടിലേക്ക് പത്രോസ് ചെന്നിട്ടും അവന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല, രോഗം മാറിയിട്ടില്ല. പക്ഷെ മുറുക്ക് താഴെ എടുത്ത ഉടനെ അമ്മാമ്മയുടെ വീട്ടിൽ അത്ഭുതം. ഒരു കാര്യം പറയാം, അധികം കിട്ടുന്നതിലല്ല, കിട്ടുന്നത് അല്പമാണല്ലോ, അത് മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അപ്പം ചുമന്നുകൊണ്ട് വീട്ടിൽ പോയവൻ അനുഭവിച്ചതിനേക്കാൾ ഇരട്ടി വിടവൻ നീ പ്രാപിക്കും. അത് പോരാ, സമയം പോരാ. ഒത്തിരി ചുമന്നുകൊണ്ട് പോയ ആളുകൾ പലരും ഉണ്ട് കേട്ടോ. അവരെല്ലാം ഇന്നും വിവിധ വിഷയത്തിൽ അവർ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ബാധ്യസ്ഥരായി മാറുകയും വിഷമമുള്ളവരായി തീരുകയും ചെയ്യുമ്പോൾ തികയത്തില്ലെന്നറിയാമായിരുന്നിട്ടും ആ നുറുക്കം പെറുക്കിക്കൊണ്ട് വീട്ടിൽ പോയ മാമിക്ക് വീട്ടിൽ ചെന്നപ്പോ കണ്ടത് നീ പറയാറില്ലേ, ഞാൻ യോഗത്തിൽ വന്നു, എനിക്ക് പോകുന്നിടത്ത് കുഞ്ഞു നുറുക്കം കിട്ടി, ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ, എനിക്ക് എന്ത് ചെയ്യാനാ, വിഷമിക്കണ്ട, സന്തോഷത്തോടെ സ്വീകരിച്ച് വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ രാത്രി ഞാൻ പറയുന്നു, ഈ ചെറിയ നുറുക്ക് കൊണ്ട് നിന്റെ എല്ലാ വിഷയത്തിനും ഒരു പരിഹാരം ഉണ്ടാകും. നുറുക്ക് ചെറുതാണെങ്കിലും നിന്റെ വിശ്വാസത്തിന്റെ അളവനുസരിച്ച് നിന്റെ വീട്ടിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. നുറുക്ക് ചെറുതാണെങ്കിലും ഉടമല നീ സ്വീകരിക്കുന്നതിന്റെ അളവനുസരിച്ച് അത്ഭുതങ്ങൾ നടക്കും. ഒരേ ഒരു കാര്യം ഞാൻ കർത്താവേ, ഈ യോഗ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് 12 പേർക്ക് എന്തിനാ ഒരു കൊട്ടപ്പം നിറച്ചു കൊടുത്തത്? പുറകെ വന്ന അമ്മാമയ്ക്ക് പ്രൈസലോ നീ ഒരു കുഞ്ഞു കഷ്ണേ കൊടുത്തുള്ളൂ, ഇവർക്ക് എന്തിനാ നിറച്ച കൊട്ടയ്ക്കകത്തപ്പം കൊടുത്തെന്ന് വെച്ചാൽ കർത്താവ് പറയാം, ഇവരെ വലിയ പുള്ളികളാ. അങ്ങനെ അറിയോ, എല്ലാ ദിവസവും യോഗ കഴിയുമ്പോൾ ഞാൻ തനിച്ചിരിക്കും. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇവരെല്ലാം കൂടെ ഒരേ ശ്വാസത്തിൽ പറയും, ദാദാ പടകും വലയും ഞങ്ങൾ വിട്ടു, ഞങ്ങൾക്ക് എന്തോ. ഇതാണ് ഇവരെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം. അതുകൊണ്ട് എന്റെ കൂടെ വന്നാട്ടെ, ഇവര് വിട്ടതിന്റെ കണക്കാ പറയുന്നത്. അതുകൊണ്ട് ഇമാർക്ക് നിറച്ചു കൊടുത്തില്ലേല് ഇമാർക്ക് അങ്ങോട്ട് ഏക്കുകയല്ല. കാരണം ഇവർ പറയാറുണ്ട് എപ്പോഴും, യോഗ കഴിയും പറഞ്ഞാൽ ഞാൻ പട വിട്ടില്ലേ, ഞാൻ വല വിട്ടില്ലേ, അത് വിട്ടില്ലേ, ഇത് വിട്ടില്ലേ, ഇവർക്ക് എന്തോ കിട്ടി, എന്തോ കിട്ടും എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ് യോഗ കഴിയുമ്പോൾ ഇവർക്ക് മാത്രം നിറച്ചു കൊടുത്തത്. പക്ഷെ നിറച്ചു കൊടുത്തെങ്കിലും അവരുടെ വിഷയങ്ങളൊക്കെ തീർന്നിട്ടില്ല. അമ്മായിമ്മ രോഗി, അവർ രോഗി, ഇവിടെ രോഗം, ഇവിടെ പ്രശ്നം, അവിടെ ബാധ്യത, ഇവിടെ ബാധ്യത. പക്ഷെ യേശപ്പൻ ഒരു കാര്യം പറഞ്ഞു, എന്നെ കൊണ്ട് ഞാൻ നുറുക്ക് തീർക്കുന്നു. ശിഷ്യന്മാരെ അതുവരെയും 3.5 വർഷം അവരെ അനുഗമിച്ച എല്ലാ യോഗത്തിലും പുസ്തകത്തിലില്ല എന്റെ ഭാവന. യോഗം കഴിയുമ്പോൾ ഒരു കൊട്ട അപ്പമായി പോയി. അപ്പോഴെല്ലാം അവർ മനസ്സ് സംതൃപ്തിയാണെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അന്തരീക്ഷം മാറി. കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി ഏറ്റവും അവസാനം എന്റെ കൂടെ ഇല്ലേ, യൂദ ഒഴികെ 12 പേരും നിരനിരയായിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി കഴിഞ്ഞ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന കഴിയും ഒരു കൊട്ട അപ്പം പത്രോസിനെ വിളിച്ചു. എന്റെ ഭവന ഇന്നത്തെ ഒരപ്പാകേ ഉള്ളൂ, ഒരു കുഞ്ഞു കഷ്ണം പത്രോസിനെ കൊടുത്തു. ഇന്നത്തെ യോഗത്തിൽ
വെച്ചോളാം. നാവിലേക്ക് വെച്ചപ്പോൾ ഉമ്മനീര് കൊണ്ട് നാലിത്തിറക്കുമ്പോൾ യേശു പത്രോസിന്റെ തോളത്തിട്ടിട്ട് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ. ഒരു കട്ട അപ്പം കിട്ടിയിട്ടും ബാധ്യതകളും പ്രശ്നങ്ങളും ബാക്കി നിൽക്കുമ്പോൾ നുറുക്കപ്പെട്ട ശരീരത്തിന്റെ ഒരു കുഞ്ഞു കഷണം ഏറ്റവും ഒടുവിൽ മനസ്സോടെ അവനെ കയ്യിൽ വാങ്ങിയവനെ യേശുപ്പം പറയാ, ഇതോടെ എല്ലാം തീരുക, എന്നെ തിന്നുന്നവൻ. എല്ലാവരും പറഞ്ഞവൻ മൂലം എല്ലാ കണ്ണുമടയ്ക്കാം. യേശുവിന്റെ നാമം മഹത്വപ്പെടുക്കട്ടെ. കുട്ടക്കണക്കിന് അപ്പം ചുമന്നുകൊണ്ട് പോയവരും വീട്ടിൽ ചെന്നപ്പോൾ രോഗങ്ങളും വിഷമങ്ങളും ബാധ്യതകളുമായി കരയുമ്പോഴും തകർക്കപ്പെട്ട ശരീരത്തിന്റെ ഒരു കുഞ്ഞ് കഷണം വെച്ചു നീട്ടിയപ്പോൾ 2 കൈ കൊണ്ട് വാങ്ങി അത് തിന്നവൻ വിളിച്ചു പറഞ്ഞു, ഇതോടെ എല്ലാം തീർന്നു. എല്ലാ കണ്ണും അടച്ചാട്ടെ, ഈശോയോട് പ്രാർത്ഥിച്ചാട്ടെ. ദേവേശ ജീവനീ ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാൻ നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാൻ നീ ഗതസമന ഭൂവന അധികഭാരം വഹിച്ച അതിവേദയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പതി അനുസരിച്ചു. താതനിഷ്ടം. നിങ്ങൾ അവരികൾ പാടിക്കൂ. പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു അവന്റെ ശരീരമായ സഭയോട് ചേർന്ന് കാൽവരി നമുക്കൂടി തകർക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയായ തിരുവത്താഴത്തിൽ പങ്കാളിയായ ഒരു കാര്യം ഉറപ്പാ, കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുമ്പോൾ നീയും അതിനു മുമ്പ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഉയർക്കും. അല്ല, ജീവനോടെ ശേഷിക്കുന്നവരാണെങ്കിൽ അവന്റെ കാഹളം ധ്വനിക്കുമ്പോൾ സ്നാനമേറ്റതുകൊണ്ടും തിരുവത്താഴത്തിൽ പങ്കാളിയായതുകൊണ്ടും നിനക്കും ഒരു രൂപാന്തരം ഉണ്ടാകും. ഇന്ന് രാത്രി ആ മാമ ചോദിക്കുന്ന അത് മാത്രമാ. ഗുരു മേശയുടെ മുകളിൽ നിന്നും താഴെ വീഴുന്ന നുറുക്ക്. എനിക്ക് തോന്നുന്നത് യേശുക്രിസ്തുവിന്റെ കാൽവറിയിൽ അവന്റെ ശരീരം നുറുക്കപ്പെടുമെന്ന് ഒരു വെളിപ്പാടായി അമ്മാമ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. നുറുക്കപ്പെട്ട കഷണം. ഓ നല്ലവരെ പ്രാർത്ഥിച്ചോ. എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ട ആ നുറുക്ക് ഒരു ഭാഗം എനിക്ക് താനാ എന്ന് പറഞ്ഞു മനസ്സോടെ അവനെ മുകളിൽ കൈനീട്ടാൻ തയ്യാറായ അവനാൽ ഇന്ന് രാത്രി നിനക്ക് സകല വിഷയത്തിനും മേലെ വിട്ടതിരിക്കാൻ